ഹലോ, അപ്പോൾ ഇന്നൊരു റിയാക്ഷൻ വീഡിയോയോ അല്ലെങ്കിൽ എൻ്റെ ഒപ്പീനിയൻ പറയുന്ന വീഡിയോയോ ഒന്നുമല്ല. ഒരു കമൻറ്റിനുള്ള മറുപടി. അതായത് സർക്കാരിൻ്റെ സൗജന്യ ബസ് യാത്ര കൊണ്ട് പാവപ്പെട്ട ബസ് തൊഴിലാളികൾ പട്ടിണിയിലായി. ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത്, ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമാണ്. സർക്കാർ എന്തെങ്കിലും ഒരു പദ്ധതിയുമായി രംഗത്ത് വരുമ്പോൾ ഒരു കൂട്ടർക്ക് ഗുണമുണ്ടാകുമ്പോൾ മറുകൂട്ടർക്ക് ദോഷമാണ് ഉണ്ടാകുന്നത്. ഉദാഹരണമായി പറയുകയാണെങ്കിൽ, കേന്ദ്ര സർക്കാരിൻ്റെ ഹൈവേ വികസിപ്പിക്കുന്ന പദ്ധതിയുടെ ഭാഗമായി അരൂർ ചേർത്തല ഫ്ലൈ ഓവർ ബ്രിഡ്ജ് വന്ന സമയത്ത് അതിൻ്റെ ഭാഗമായി സ്ഥലമെടുത്തു പോയവർക്കൊക്കെ നല്ല ലാഭമുണ്ടായി. പക്ഷെ ഞാൻ കണ്ടൊരു കാഴ്ച, ചുറ്റുപാടുമുള്ള ഹോട്ടലൊക്കെ അടച്ചു പൂട്ടേണ്ട ഒരു സാഹചര്യമായിരുന്നു പൊടി കാരണം. പക്ഷെ അവർ അതിനെല്ലാം അതിജീവിച്ച് ജീവിക്കുന്ന ഒരു കാഴ്ചയാണ് ഞാൻ കണ്ടത്. മറ്റൊരു ഉദാഹരണം, റെയിൽവേ ട്രാക്ക് വികസിപ്പിക്കുന്നതിന്റെ ഭാഗമായി സ്ഥലമെടുത്തു പോയവർക്കൊക്കെ വൻതോതിൽ ലാഭമായിരുന്നു. പക്ഷെ ചുറ്റുപാടുമുള്ള വീടുകൾക്കും പ്രായമായവർക്കൊക്കെ പൊടിയുടെ ശല്യം കാരണം ജീവിക്കാൻ തന്നെ ബുദ്ധിമുട്ടായിരുന്നു. കൂടാതെ റെയിൽവേയുടെ ലോഡ് കൊണ്ടുവരുന്ന ഒരു കാരണം കൊണ്ട് പല ദിവസം പൈപ്പൊക്കെ പൊട്ടി കുടിവെള്ളം മുടങ്ങുന്ന സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇവിടുത്തെ നാട്ടുകാർ എന്താണ് ചെയ്തതെന്ന് വെച്ചാൽ, ആദ്യം പഞ്ചായത്തിൽ പോയി പരാതിപ്പെട്ടു. വലിയ നടപടികളൊന്നും ഉണ്ടായില്ല. പിന്നെ ചെറിയൊരു സമരത്തിലേക്കൊക്കെ പോയി. അപ്പൊ ചുരുക്കി എനിക്ക് പറയാനുള്ളത്, നമ്മുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ ഏത് അറ്റം വരെയും പോകുക, വേണ്ടി വന്നാൽ സമരം ചെയ്യുക. ഞാനും ഈ കമന്റ് ഇട്ടവനും അനുഭവിക്കുന്ന ഇന്നത്തെ സ്വാതന്ത്ര്യം എത്രയോ മഹാന്മാർ നേടിയെടുത്ത കഷ്ടപ്പാടിന്റെ ഫലമാണ്. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.